ഹായ് ഓൾ സൈബാക് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂർ നടത്തുന്ന പുതിയ സൈറ്റിലേക്കാണ്, പാണ്ഡവംപാറയിലാണ്. നമുക്കെന്തായാലും വർക്കിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. സ്ഥലം നമ്മുടെ ചെങ്ങന്നൂരാണ്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ആക്ച്വലി ഇതിപ്പോൾ ഒരു 20 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ഒരു വീടിൻ്റെ വർക്ക് നടക്കുക. അപ്പം ആക്ച്വലി ആ ക്ലയൻറ്റ് ഗൾഫിലാണ്, നമ്മുടെ ക്ലയൻറ്റ്. അപ്പം പുള്ളിക്ക് അവിടെ ഇരുന്ന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളും സൈറ്റിലെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനും കൂടിയാണ് നമ്മൾ ഈ ഒരു ക്യാമറ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ചോദിച്ചതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ സജസ്റ്റ് ചെയ്തത് ഡ്യുവൽ ക്യാമറ വരുന്ന 360 ഒരു ഇക്വേഷൻ്റെ തന്നെ ക്യാമറയാണ്. അത് ഡ്യുവൽ ക്യാമറ ലെൻസാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 360 ക്യാമറയും വരും. ഇതുപോലെ പൈപ്പ് അടിച്ച് ലെന്ത് കൂട്ടിയിട്ടാണ് ഇത്. നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ക്യാമറയുടെ നമ്മൾ വെച്ചേക്കുന്നതിൻ്റെ ലെന്ത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ കൂട്ടി മീൻസ് ഹൈറ്റ് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതി. ഇതാണ് ആക്ച്വലി സൈറ്റ്. ഇവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ക്യാമറ ഇരിക്കുന്ന മൗണ്ടിൻ്റെ ഹെഡാണ് ഇത്. ആക്ച്വലി ഇങ്ങനെ ഒരു കപ്പിങ് വെച്ചേക്കുന്നത് ക്യാമറ വെള്ളം കയറാതിരിക്കാനും അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അധികം വലിയ ഒരു ഡിസ്റ്റർബൻസ് അതിലോട്ട് വരാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ഫുള്ള് കൺസീൽഡായിട്ടാണ് അതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈക്യൂഷൻ്റെ ക്യാമറ വരുന്നത്. ഡുവൽ ലെൻസാണ്, 360 ക്യാമറയാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ലൈവ് കിട്ടും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആക്ച്വലി D-Linkൻ്റെ Cat 6 കേബിളാണ്. ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്നത്, അതുപോലെ തന്നെ ഡ്യൂറബിളായിട്ടുള്ള ഒരു കേബിളാണ്. അപ്പം നമ്മളെല്ലാ കസ്റ്റമേഴ്സിനും ഇത് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. ഒരു ലോ റേഞ്ചിലോട്ട് നമ്മളൊരിക്കലും കേബിളിങ്ങോ അല്ലെങ്കിൽ ക്യാമറയുടെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. കാരണം നാളെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവും. അവരൊരു ലോങ് ടൈമിനല്ലേ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കൺസേൺ ഞങ്ങൾക്കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബെറ്റർ ക്വാളിറ്റിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യന്മാരാണെങ്കിലും 5 ഇയർ പ്ലസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പം നമ്മുടെ ചേട്ടൻ ഓൾറെഡി ആ ക്യാമറയുടെ ടോപ്പെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡുമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ അതിനകത്ത് വയറിങ് കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ D-Linkൻ്റെ Cat 6 കേബിളാണ് കയറ്റി വിടുന്നത്. ഇത് ആക്ച്വലി മറ്റു ആൾക്കാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടൊരു പവർ ഔട്ട്പുട്ട് എടുക്കാൻ സെപ്പറേറ്റ് ഒരു ഇലക്ട്രിക്കൽ കേബിൾ ലൈനും കൂടെ ഇടും. പക്ഷെ നമ്മൾ അതിനൊരു അഡാപ്റ്റർ യൂസ് ചെയ്ത് ഈ നെറ്റ്വർക്കിംഗ് കേബിളിൽ കൂടെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ അതിന് വേണ്ട പവർ സപ്ലൈയുടെ ലൈനും കൂടെ കയറ്റി വിടുന്നത്. അപ്പം കേബിളിങ്ങും കുറയ്ക്കാൻ പറ്റും. ഒത്തിരി കേബിൾ കിടന്ന് ഒരു അലമ്പാവാത്ത രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് തന്നെ. ഇതിപ്പോൾ അതിൻ്റെ ലോക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ് ക്യാമറയുടെ. കാരണം അത് പ്രോപ്പർ സീറ്റിങ്ങിൽ വെച്ച് സെറ്റ് ചെയ്താൽ മാത്രമേ അത് സ്യൂട്ടായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഇതാണ് ആ ഒരു ടോപ്പും അതിൻ്റെ ലോക്ക് സെറ്റോടെ വെച്ച് കഴിയുമ്പോഴുള്ളൊരു ഔട്ട്. നെക്സ്റ്റ് നമ്മളുടെ ശ്രീകുടൻ ചേട്ടൻ ആക്ച്വലി അതിൻ്റെ ലൈൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കണക്ടർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സെപ്പറേറ്റ് ഒരു കണക്ടറിൻ്റെ കാര്യം. നെറ്റ്വർക്ക് കേബിളിൽ നിന്ന് തന്നെ ആ ഒരു കണക്ടറോടെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാമറയിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ തിരക്കിലാണ് ശ്രീകുട്ടി ചേട്ടൻ. നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രപ്പോസൽ നമ്മുടെയൊക്കെ വന്നപ്പോഴത്തേക്കിനും കസ്റ്റമർ പറഞ്ഞത് ഒരു 4 ക്യാമറ അതിൻ്റെ DVR സെറ്റാണ്. പക്ഷേ അവർ കമ്പനി റൂൾസ് നമ്മളെപ്പോഴും കസ്റ്റമറിന് എന്താണോ വേണ്ടത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അവർക്ക് ചിലപ്പം ക്യാമറയുടെ ഒരു നോളജ് കുറവായിരിക്കും. അപ്പം അതിനേക്കാളും ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ അവർക്ക് പ്രൈസ് കുറഞ്ഞ രീതിയിൽ കസ്റ്റമറിന് എന്താണോ വേണ്ടത് അത് മാത്രമാണ് നമ്മളെപ്പോഴും അവർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ റിവ്യൂവും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് നമുക്ക് കൂടുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഒത്തിരി എമൗണ്ട് ഇറങ്ങി പോവില്ല. അതുപോലെ തന്നെ വെക്കുന്ന സാധനം നല്ല ക്വാളിറ്റിയിലായിരിക്കും. കണക്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഓൾ ഓവർ കേരളയിൽ മൊത്തം നമ്മൾ CCTVയും ഹോം ഓട്ടോമേഷനും അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ഉണ്ട്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും ഉണ്ട്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ജിം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ഇതിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി. സോഫ്റ്റ്വെയർസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ല, നമുക്ക് ഇൻ ഹൗസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സൈബർ ഇഷ്യൂസ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ വർക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതും സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഡയറക്ടേഴ്സ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ക്യാമറ.
നമുക്ക് എന്തായാലും ക്യാമറയിലോട്ട് പോവാം. ആ, ഇത് 360 വരുന്ന ഡ്യുവൽ ലെൻസ് വരുന്ന ക്യാമറയാണ്. ഇതിനകത്ത് ആക്ച്വലി നമ്മളൊരു മെമ്മറി കാർഡാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, സ്റ്റോറേജ് സേവ് ചെയ്യാൻ വേണ്ടി. കാരണം എക്സ്റ്റേണൽ DVR ഹാർഡ് ഡിസ്കോ ഒന്നും നമ്മളിതിന് വെക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമ്മളതിനകത്ത് മെമ്മറി കാർഡ് കാര്യങ്ങളെല്ലാം നമ്മുടെ അനുചേട്ടന് ഇട്ടിട്ടുണ്ട്. അപ്പം പുള്ളി അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ലോക്ക് സെറ്റിലോട്ട് ക്യാമറ സ്യൂട്ട് ചെയ്യുന്നത്. ഇതാണൊരു ഫൈനൽ ഔട്ട് ക്യാമറ ഇരിക്കുന്നതിൻ്റെ. ഇനിയും നമ്മൾ ആ കണക്ടർ യൂസ് ചെയ്ത് ഇതിൻ്റെ നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പവറിൻ്റെയും കണക്ഷൻ കൊടുക്കണം. നമ്മളിപ്പം അപ്രോക്സിമേറ്റിൽ എന്തളന്നിട്ടാണ് ബാക്കി കേബിളിങ് എത്ര വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് കേബിൾ എടുക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മളതിൻ്റെ കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞൊരു കണക്ടർ. അപ്പം ഇതിനകത്ത് 2 ഔട്ടാണ് വരുന്നത്. നമ്മുടെ നെറ്റ്വർക്കിംഗ് കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്ന് 2 ഔട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് നെറ്റ്വർക്കിങ്ങിന് ക്യാമറയിലോട്ടുള്ളതും പിന്നെ ക്യാമറയുടെ പവറും. സോ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. പവർ സപ്ലൈയുടെ വീണ്ടും കേബിൾ കുറച്ചുകൂടെ വലിക്കേണ്ടി വരത്തില്ല. അതിൻ്റെ കൂടെ തന്നെ കാണാനും കുറച്ച് മെനയായിട്ട് കിടക്കും. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്കിങ്ങിന് കണക്ഷൻ കൊടുത്തു. ഇനി അത് ലോക്ക് ചെയ്ത് വാട്ടർ പ്രൂഫ് ആക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ പവർ യൂണിറ്റിലോട്ടുള്ള, ഇതാണ് പവർ സപ്ലൈയുടെ കൊടുക്കുന്നത്. ഇപ്പം ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കേബിൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. മീൻസ് നമ്മുടെ ഈ പൈപ്പ് കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിളാണ്. അതിലെ മേളിലൊരു സ്ക്രൂ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടി വെക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കേബിളിലും തന്നെ നമ്മളത് ഇട്ടിട്ടുണ്ട്, നാളെ കസ്റ്റമറിനൊരു ഇഷ്യൂ വരാതിരിക്കാനും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷനിലുള്ള ആൾക്കാർക്ക് നമ്മളിതില്ലേ ഈ സെയിം ക്യാമറ തന്നെ, ഇതാണ് നമ്മുടെ ആക്ച്വലി ഒരു ഔട്ട്. ഇത്രയും ഏരിയയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതിനകത്ത് വരാം. കൺസ്ട്രക്ഷനകത്തുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മാസത്തേക്കിന് 5000 രൂപയാണ് ഈ ഒരു സെയിം ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതിന്. 6 മാസത്തെ പാക്കേജ് ആണെങ്കിൽ അങ്ങനെ പാക്കേജ് ബേസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും ഒരു ഏരിയയിലെ വിഷ്വൽസ് കസ്റ്റമറിനും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കും കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓട്ടോമേഷൻ ക്യാമറ എന്നിങ്ങനെ വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓഫീസ് എറണാകുളത്താണ്, ചെങ്ങന്നൂരും ഉണ്ട്, ആലപ്പുഴയിലും ഉണ്ട്. അപ്പം എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ദിസ് ഇസ് ഹരീഷ് സൈനിങ് ഓഫ്.